നമസ്കാരം സുഹൃത്തുക്കളെ, ചാത്തൻസിന്റെ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇപ്പൊ ക്വസ്റ്റ്യനുകളൊക്കെ ചേച്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ എനിക്ക് ചേച്ചിയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ചോദിക്കട്ടോ? ചോദിക്കാം. സന്ധ്യ പല്ലവി നിങ്ങളുമായിട്ടുള്ള വിഷയം എന്തുവാണ്? സന്ധ്യ പല്ലവി 2022 ജൂലൈ 6 ഇവിടെ ജോലിക്ക് വന്നത്. ഒരാൾ ജോലിക്ക് വരുമ്പോഴത്തേന് ഒരു ദിവസം കൊണ്ട് അമ്മമാരുടെ പേരെല്ലാം പഠിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ട് വന്ന സന്ധ്യ പല്ലവി നേരെ കയറിയത് ഓൾഡ് ഏജ് ഹോമിലാണ്. നമുക്ക് ചിൽഡ്രൻസ് ഹോമിലേക്കുള്ള ലെറ്ററൊക്കെ എഴുതി തന്നേക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നേരെ വന്നിട്ട് ഇവർ എന്തോ ചെയ്തതെന്ന് അറിയാമോ? രാത്രി ഈ ചിൽഡ്രൻസ് ഹോമും നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും. ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും മതിൽ കെട്ടി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇപ്പുറത്തൂടെ വന്ന് വേണം ഓൾഡ് ഏജ് ഹോമിൽ കയറാൻ. എന്നിട്ട് അവർ രാത്രി വന്ന് ഓൾഡ് ഏജ് ഹോമിൽ കയറി. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു തെറ്റ് പറ്റിയത്, ചിൽഡ്രൻസ് ഹോമിൻ്റെ റൂമിനകത്ത് ക്യാമറ ഇല്ല. കുട്ടികൾ കിടക്കുന്നിടത്ത് നമുക്ക് ക്യാമറ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓൾഡ് ഏജ് ഹോമിനകത്ത് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പം ഇവർ വന്ന് ഈ വീഡിയോ മോളെ അമ്മയെ പറ, അമ്മയുടെ അനിയത്തി എടുത്ത് കൊണ്ടുവിടാം, അമ്മ ഇങ്ങനെയൊക്കെ പറയുവാന്നുണ്ടെങ്കിൽ അമ്മയുടെ അനിയത്തി വരും, കൊണ്ടുപോകാൻ വരും, അമ്മ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടെ ആഹാരമൊന്നുമില്ല, മക്കളെ എന്നെ അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പറയിച്ചു. ആ വീഡിയോ എടുത്ത് ആദ്യം ചെയ്തത്, വീഡിയോ എടുത്തിട്ട് ഈ 6 തീയതി ജോലിക്ക് വന്നവർ 7 തീയതി നിന്നും 8 തീയതി രാവിലെ പോവുകയും ചെയ്തു. അതായത് അവർ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവര് വളരെ പേഴ്സണൽ ആയിട്ട്, അതായത് അവര് പറയിപ്പിച്ച് ആ വീഡിയോ എടുത്തതാണ്. അവര് ഈ ഒരു ഉദ്ദേശത്തോടു കൂടി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു ഉദ്ദേശത്തോടെ, ഒരു തെളിവിന് വേണ്ടിയിട്ട് ജോലിക്കായിട്ട് ഫേസ്ബുക്കിനകത്താണ് നമ്മൾ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ഇട്ടത്. അതുവഴി കണ്ട് നമ്മുടെ ജീവമാതയിലെ ഏതോ ശത്രുക്കള് ഇവിടെ വന്ന് കുറച്ച് ആൾക്കാരെ വെച്ച് കുറച്ച് വീഡിയോ ചിത്രീകരിച്ച് രണ്ടിൻ്റെ അന്ന് പോയി. അല്ലാതെ ഇവിടുന്ന് നിങ്ങൾ അവരെ പറഞ്ഞു വിട്ടതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായി പോയതോ? ഉണ്ടായെന്ന് വെച്ചാൽ അമ്മമാരോട് സംസാരിച്ച പോലെ തന്നെ കുഞ്ഞുങ്ങളോടും പോയി ഇതേപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വിഷയമുണ്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ അവരെ ഷൗട്ട് ചെയ്ത് അവരെ വിളിച്ച് ചോദിച്ചു. ഇല്ലാത്ത പ്രശ്നത്തിനെ ഉണ്ടാക്കി കാണിച്ച് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങളുടെ അറിവിൽ വന്നു. അതെ, ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നത് 2 വർഷം മുന്നേ ഉണ്ടാവേണ്ട പ്രശ്നമായിരുന്നു എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കത്തക്ക രീതിയിൽ അവർ വന്നു. അപ്പൊ സന്ധ്യ പല്ലവി ഇവിടെ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും അത് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ ഈ ഒരു വീഡിയോ ഇപ്പോഴല്ല വന്നേ. 2022 ഇവിടെ നടന്നൊരു സംഭവമാണ് ഇത്. ഇവരത് കഴിഞ്ഞിട്ട് പോയി ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഈ അമ്മയുടെ ഈ ഒരു ഇതങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തു. പോലീസ് നമുക്കിവിടെ ക്യാമറ ഉണ്ടല്ലോ, നമ്മളെ ക്യാമറയ്ക്കകത്ത് പതിഞ്ഞത് സ്റ്റേഷനിൽ കാണിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നമ്മുടെ ക്യാമറയെന്ന് വെച്ചാൽ കള്ളം പറയത്തില്ലല്ലോ. അവർക്ക് ബോധ്യപ്പെട്ട് അവർ സന്ധ്യ പല്ലവിയെ വിളിച്ച് അത് അവർ ഡിലീറ്റ് ചെയ്ത് കളയിച്ചു. ഡിലീറ്റ് ചെയ്തെന്നാ പറഞ്ഞത്, നമ്മൾ സത്യത്തിൽ ശ്രദ്ധിച്ചില്ല. ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ അന്നേരം സന്ധ്യ പല്ലവി കിടന്ന് കരഞ്ഞു, വിഷമിച്ചു, മേഡം കേസ് കൊടുക്കരുത്, അവർക്ക് എന്തോ ഗുളിക കഴിക്കുന്നതാ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ അന്ന് കേസ് അന്നേരം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തുതീർപ്പ് ഒപ്പിട്ടു. സന്ധ്യ പല്ലവിക്കെതിരെ കൊടുത്ത കേസ്, സന്ധ്യ പല്ലവിക്കെതിരെ നിങ്ങൾ പ്രകൃതി വിരുദ്ധ ലൈംഗികതയോ അങ്ങനെ എന്തൊക്കെയാണ് ആരോപിച്ച് കേസ് കൊടുത്തത്? അത് കേസ് കൊടുത്ത CWC. കുഞ്ഞുങ്ങളോട് മോശമായിട്ട് ഇപ്പൊ ആരാണെങ്കിലും കുഞ്ഞുങ്ങളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മളത് CWC അറിയിക്കും. കേസ് കൊടുക്കുമല്ല, നമ്മളത് CWC അറിയിക്കും. ആ ഒരു കാര്യം ഞാൻ ചെയ്തു. ഇപ്പൊ കുഞ്ഞുങ്ങൾ എന്തോ പറഞ്ഞാലും അത് അന്നേരം നമ്മൾ അങ്ങനെ പറയില്ല, കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് ചെയ്യും. കൗൺസിലർമാർ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ CWC അറിയിക്കും. പിന്നെ തീരുമാനിക്കുന്ന CWC. അന്നേരം നമ്മുടെ കൗൺസിലിംഗ് അല്ല, അത് കേസ് കൊടുക്കണോ എന്തോ വേണ്ടേന്ന് അത് നമ്മുടെ കൗൺസിലിംഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. അവർ വൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്. അവിടെ ആ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് അവിടെ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് അവർ കേസ് കൊടുക്കണോ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ തീരുമാനിക്കുന്നത്, നമ്മുടെ റിപ്പോർട്ടല്ല. അപ്പോൾ ഈ സന്ധ്യ പല്ലവിക്കെതിരെ കേസ് കൊടുത്തത് അന്നേരം സന്ധ്യ പല്ലവിക്കെതിരെ കേസ് കൊടുത്തത് അങ്ങനല്ല. നമ്മൾ ഇത് എടുത്ത വീഡിയോ റിമൂവ് ചെയ്യാനെ കൊണ്ട് ഈ സ്റ്റേഷനിൽ കൊടുത്തു. അവിടെ CWC കേസല്ല, കുഞ്ഞുങ്ങളെടുത്ത് വന്ന് മോശമായിട്ട് പെരുമാറിയപ്പോൾ കുഞ്ഞുങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ അത് അറിയിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ അന്ന് തന്നെ 2022 മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ, അതേപോലെ സാമൂഹ്യ നീതി വകുപ്പ് എല്ലായിടത്തും അവരന്ന് പരാതി കൊടുത്തു. അതിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട്, അതായത് ഇവർ വീഡിയോസ് വെച്ചുകൊണ്ട്. അപ്പൊ അവിടുന്നെല്ലാം ആൾക്കാർ വന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ ഇൻസ്പെക്ഷൻ ആള് വന്നു. 2022 അവര് വന്നു പരിശോധിച്ചിട്ട് 2022 2022
സന്ധ്യ പല്ലവിയുടെ നിവേദനം സംബന്ധിച്ച് അന്വേഷണത്തിനായി 7/1/2023 സ്ഥാപനം സന്ദർശിച്ചു. കണ്ടോ, സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതായത് അന്നേ ഇത് ഇട്ടേക്കുന്നുണ്ടോ സാമൂഹ്യ നീതി വകുപ്പ്. അതേപോലെ പിന്നെ വന്നേക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്, ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ നിന്ന്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, വില്ലേജ് ഓഫീസിൽ നിന്ന്, പിന്നെ അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അന്വേഷണം നടത്തി അവർ ആ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ്ടേ ഇതെല്ലാം 2022 വന്നത് എല്ലായിടത്തു നിന്നും വന്ന് അന്വേഷണം നടത്തി അവർക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. എന്ന് വെച്ചാൽ ഇതൊരു കള്ളത്തരമാണെന്ന്. 2022 തന്നെ ഇങ്ങനെയൊരു കേസ് നിങ്ങൾക്കെതിരെ കെട്ടിച്ചമച്ച് സന്ധ്യ പല്ലവി കൊണ്ടുവന്നു. അതെ, നമ്മൾ സത്യമാണെന്ന് അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് ബോധ്യപ്പെട്ട് അവര് തിരിച്ചുപോയി. ആ കേസ് 2023 തന്നെ അവസാനിച്ച കേസാണ്. അപ്പൊ പിന്നീട് ഇപ്പൊ ഇങ്ങനെ വീഡിയോ സന്ധ്യ പല്ലവി ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങൾക്കെതിരെ വീണ്ടും ഒരു ആയുധമായി പ്രയോഗിച്ചതാണല്ലേ? അതെ അതെ, അതാണ് നമ്മൾ ഏത് സംഗതിയും അതുകൊണ്ടാണ് എല്ലാവരും സ്വന്തമായി വന്ന് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ സംഗതി അതാണ്. കാര്യം ഇതെല്ലാം വിത്ത് പ്രൂഫാണ് കേട്ടോ. എല്ലാവരോടും പറയാം, ഇതിന്റെ എല്ലാ തെളിവുകളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ മരണത്തെ കുറിച്ച് സന്ധ്യ പല്ലവി ഉന്നയിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീക്ക് ചികിത്സ നിഷേധിച്ചു, അവരെ ഇവിടെ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്ത് നിങ്ങൾ കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പൊ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ മരണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ലക്ഷ്മി എന്ന് പറയുന്ന അമ്മയെ നമ്മൾ റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൊണ്ടുവന്നത്. റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ ഒരു അമ്മയുണ്ട്, ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് റാന്നി പോലീസ് സ്റ്റേഷനിൽ ഞാനും എൻ്റെ മോളും ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം ഈ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. നടക്കാൻ പറ്റാത്ത വീഡിയോ കാണിക്കാലോ, കാണിക്കാം. 2 പോലീസുകാർ, ഞങ്ങൾ 4 പേര് ഈ ലക്ഷ്മി അതെ, ആ കാല് അനക്കാൻ പോലും പറ്റത്തില്ല. കണ്ടോ, കാല് പോലും അനക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ എടുത്താ നമ്മുടെ വണ്ടിയിലേക്കകത്തോട്ട് കയറ്റുന്നത്. കണ്ടോ, നമ്മുടെ ജീവമാതയുടെ അതെ ഈ ലക്ഷ്മിയാണോ പൂർണ്ണ ആരോഗ്യവതിയായി ഇവിടെ വന്നു മരണത്തിന് കീഴടങ്ങിയെന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നത്? ഇങ്ങനെ നമുക്ക് കിട്ടിയത് ഈ നമുക്ക് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് വണ്ടിക്കകത്തോട്ട് കയറ്റുമ്പോ പോലും ആ കാലം നനങ്ങുന്നില്ല. ജീവമാതയുടെ ഫേസ്ബുക്കിനകത്ത് ഈ വീഡിയോ കിടപ്പുണ്ട്. ജീവമാതയുടെ ഫേസ്ബുക്കിനകത്ത് അന്ന് ഏറ്റെടുത്തത് കിടപ്പുണ്ട്. കാരണം നമ്മുടെ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ നമുക്ക് ഒരു സാമൂഹ്യനീതി വകുപ്പിന് ഒരു ഓൾഡ് ഏജ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്. അതായത് ഈ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഓൾഡ് ഏജ് ഹോം, ഇവിടെ അച്ഛന്മാരില്ല, അച്ഛന്മാർക്കോ വീട്ടിൽ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധിച്ച് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അവരോടൊപ്പം നമുക്ക് പറഞ്ഞു വിടാം. അപ്പം ഓൾഡ് ഏജ് ഹോമിൽ ഇങ്ങനെ ഒരു കൊച്ചു വന്നു. അപ്പം നമ്മൾ അവളുടെ സാഹചര്യം ഏറ്റെടുക്കാൻ അവർ അച്ഛൻ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വന്ന് നല്ല ചികിത്സ കൊടുത്തു, നല്ല വൃത്തിയായിട്ട് നോക്കി. എന്നിട്ട് ഇവക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഇവള് ഏകദേശം നടക്കുന്ന പരുവായപ്പോൾ ഇവക്ക് വീട്ടിൽ പോകണം, അച്ഛൻ വന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ വിളിച്ചു, ശരി കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. നമ്മൾ അന്നേരം തന്നെ റാന്നി പോലീസ് സ്റ്റേഷനിൽ ഏറ്റെടുത്തത് റാന്നി പോലീസ് സ്റ്റേഷനിലാണ്. റാന്നി പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു, CWC സാമൂഹ്യനീതി വകുപ്പിലും അറിയിച്ചു. അപ്പം സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ പറഞ്ഞു ഇതേപോലെ അച്ഛനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അച്ഛൻ ഇങ്ങോട്ട് വരാനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവിട്ട വീഡിയോ അടുത്തത്. ലക്ഷ്മി വാക്കറി സ്വന്തം കാലം കൊണ്ട് നടക്കുന്ന കണ്ടില്ലേ? ഇല്ല, ഇതിനകത്ത് അതുവരെ വന്നില്ല. കണ്ടോ, വാക്കറി ലക്ഷ്മിയാണ് വാക്കറിൽ പിടിച്ച് നിൽക്കുന്നേ അല്ലേ? കണ്ടോ, ലക്ഷ്മിയാണ്. ഒന്നും കണ്ടേ, ലക്ഷ്മിയെ വാക്കറി പിടിച്ച് നിൽക്കുന്നത്. കാലനക്കാൻ പോലും വയ്യാത്ത ഒരാള് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് അവര് 2 കാലം നടന്ന വാക്കറി, അതായത് എടുത്തുകൊണ്ട് വന്ന സ്ത്രീയാണ് ഇപ്പൊ നടന്ന് വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെ ഈ നിൽക്കുന്നത് അവർ അച്ഛനാ. ഇത് അവർ അച്ഛനെയാ നമ്മൾ ഏൽപ്പിച്ചു വിട്ടത്. ഈ അച്ഛനെ ഏൽപ്പിച്ച ഒരാളെ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ആ ലക്ഷ്മിയുടെ മരണത്തിന് ഉത്തരവാദി പിന്നെ അവർ അച്ഛനല്ലേ? ഞാൻ എങ്ങനെയാവുന്നത്? നമ്മള് കാല് തളർന്നൊരവസ്ഥയിൽ എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുവന്ന ഒരാളെ ഇത്രയും ചികിത്സിച്ച് നമ്മൾ നോക്കി, നമ്മൾ 2 കാലം നടത്തി നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. വീട്ടിൽ കൊണ്ടുവന്ന് അയാളെ നമ്മളെ യൂട്യൂബിനകത്തൊക്കെ കിടക്കുന്നുണ്ട്, രക്തമയമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കിടക്കുന്നുണ്ട്. ഈ രക്തമയമില്ലാത്ത വെള്ളമയമില്ലാത്ത ഒരാൾ നടക്കൂ?
എഴുന്നേറ്റ് നിൽക്കൂ? ഇല്ല, റോഡിലല്ല ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന ഒരാളാണ് നമ്മളത് കണ്ട് ബോധ്യപ്പെട്ടതാ. അവർ അച്ഛനെയും അവർ അച്ഛനാണ് എടുത്തുകൊണ്ട് വന്ന ഒരാളിനെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നോക്കിയത് കൊണ്ടായിരിക്കണമല്ലോ ഈ നടത്തി തിരിച്ചാക്കാൻ പരുവത്തിലെത്തിയത്. അപ്പം നമ്മൾ സത്യം കണ്ടാൽ സത്യമാണെന്ന് പറയണം കേട്ടോ. അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് ഇനി ആരുടെ അടുത്തായാലും തുറന്നു പറയും. പിന്നെ അതുപോലെ അമ്പിളി എന്നൊരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്കെതിരെ നല്ല ശക്തമായിട്ടുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. അതായത് അമ്പിളി എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ടോർച്ചർ ചെയ്തു, അവരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിച്ചു, അവരെ ഒരുപാട് പീഡിപ്പിച്ചു, അവരുടെ മക്കളെ ഉപദ്രവിച്ചു, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ അമ്പിളി എന്ന് പറയുന്ന ആളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരിപ്പോ എവിടെയാണ്? ഇവിടെ ഉണ്ടോ? അമ്പിളി എന്ന് പറയുന്ന ഒരാള് നമുക്ക് CWC തരുന്നതാ. അമ്പിളിയും അമ്പിളിയുടെ 2 പിള്ളേരെയും. അമ്മയും തരുമോ നിങ്ങൾക്ക്? അല്ല, എന്ന് വെച്ചാല് നമ്മളെ CWC ആയിട്ട് ഞാൻ എല്ലാവരെയും നോക്കും കേട്ടോ. അഭയം ചോദിച്ചു വരുന്നവരെ എല്ലാം എൻ്റെ ഒരു മനസ്സ് അങ്ങനെ. ആര് വന്ന് എൻ്റെ അടുത്തൊരു സങ്കടം പറഞ്ഞാലും അപ്പോഴേ നമ്മളങ്ങ് ജോലി കൊടുക്കാനും നമ്മളിവിടെ നിർത്താനും എല്ലാം നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. അതാ നമുക്ക് ഇത്രയും പ്രശ്നം വന്നത്. സന്ധ്യ പല്ലവി അതേപോലെ വീട്ടിൽ ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലെന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് വന്ന് ജോലിക്ക് കയറി എടുത്തിയ. അല്ല, അതെനിക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോ. കാരണം നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നതിൽ മിക്കവാറും ഉള്ള ആൾക്കാര് വീട്ടിലെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാണ് നിങ്ങളുടെ കൂടെ കയറി കൂടുന്നതിന് ഇവിടെ വന്ന് നിങ്ങളുടെ സ്റ്റാഫിൽ മിക്ക ആൾക്കാരുമായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സ്റ്റാഫിൽ തന്നെ എത്ര പേരുടെ കുട്ടികൾ ഇപ്പൊ ഇവിടെ ഉണ്ട്? അവര് 2 പേരുടെ മക്കൾ ഇവിടെ ഉണ്ട്. അവരും അതേപോലെ സങ്കടം പറഞ്ഞു വന്നതാ, മക്കൾ ഉൾപ്പെടെയായിട്ട് വന്നതാ. അതെനിക്ക് അവരോട് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി. അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞപ്പോ മക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് നിർത്തി ശമ്പളം കൊടുത്ത് നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്പിളി CWC വന്നത് അന്ന് അമ്പിളിക്ക് 2 മക്കളുണ്ട്. അവന് അച്ചുവിന് 1 വയസ്സായിട്ടില്ല, മയൂരിക്ക് 3-4 വയസ്സ്. ആ സമയത്താണ് നമുക്ക് കിട്ടുന്നത്. അവര് നേരത്തെ പന്തളത്തുള്ളൊരു സ്ഥാപനത്തിൽ നിന്നതാണ്. അപ്പൊ അമ്പിളി സ്വന്തം കാര്യമൊന്നും നോക്കത്തില്ല, ബാത്റൂമിൽ പോയാൽ കഴുകുകയൊന്നും ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ അവർക്ക് മറ്റേ സ്ഥാപനക്കാർക്ക് പ്രശ്നമുള്ള പ്രശ്നമൊന്നുമില്ല, മടിയാ. അല്ല, ഒന്നും ചെയ്യത്തില്ല, മടിച്ചിയാണ്. അല്ലാതെ മാനസികമായിട്ട് അത്ര മാനസികമായിട്ടൊന്നും ഉണ്ട്, പക്ഷെ അത്രയും അങ്ങനെ ഇല്ല. അമ്പിളിക്ക് അങ്ങനെ നല്ല ഉണക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും. അമ്പിളിക്ക് അങ്ങനെ ഒരു വിഷയമില്ല, പക്ഷെ മടിച്ച ഒരു വക ചെയ്യത്തില്ല. നിന്നെടുത്തൊന്നും ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ പന്തളത്ത് പൂഴിക്കാട് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇവരെ 3 പേരെ അവർക്ക് നോക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും നോക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ CWC കൊണ്ടുവന്ന് വിട്ട് അവിടെ നിന്ന് എന്നെ ഏൽപ്പിച്ചത്. ഈ അച്ചുവിന്റെ കൈ, അച്ചു എന്നാ അവനെ ഞാൻ വിളിക്കുന്നത്, മാനസ് എന്നാ അവന്റെ പേര്, അച്ചു എന്നാ വിളിക്കുന്നത്. അവന്റെ അച്ചുവിന്റെ കൈ പിടിച്ച് എഴുതിപ്പിച്ചത് ഞാനാ. ഞങ്ങൾ കാട്ടിൽ അമ്പലത്തിൽ കൊണ്ടുപോയി അവനെ കൈ പിടിച്ച് എഴുതിപ്പിച്ച് അവനെ അംഗൻവാടി വിട്ട് അവനെ 3-ാം ക്ലാസ് വരെ 4-ാം ക്ലാസ് വരെ 3-ാം ക്ലാസ് 4ലോട്ട് കയറിയപ്പോഴാണ് അവനെ മാറ്റിയത്. എൻ്റെ മോനെ പോലെ ഞാൻ അവനെ കണ്ടത്. മയൂരിയെ ഞാൻ അതേപോലെയൊക്കെ തന്നെ കണ്ടത്. അമ്പിളി എന്ന് പറയുന്നത്, അമ്പിളിയെ ഞാൻ അങ്ങനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള ഒന്നും അമ്പിളി ചെയ്തിട്ടില്ല. അമ്പിളി മടിച്ച് ഒരിടത്ത് ഇരിക്കുന്നേ ഉള്ളൂ, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല. സ്റ്റാഫുകളാണ്, ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫുകൾ അമ്പിളിയെ കുളിപ്പിക്കുകയും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ നോക്കിയതും സ്റ്റാഫുകൾ തന്നെ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. അതിലുപരി അമ്പിളി അങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യം വന്നിട്ടില്ല. തന്നെയല്ല ഈ CWC തന്നെ ഇവരെ മാറ്റിയപ്പം കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ അമ്പിളിയെ നിങ്ങളല്ലേ തന്നെ, അമ്പിളിയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പോഴും അമ്പിളി ഒരു വക ചെയ്യത്തില്ല. അപ്പം CWC-ക്കാരാണ് അമ്പിളിയെ മാറ്റിയത്. അപ്പം അവര് അതിപ്പം കുട്ടികൾ പോയപ്പോഴാണോ അമ്പിളി അവരുടെ കൂടെ പോയത്? അല്ലല്ല, ഇപ്പൊ ഈ വിഷയം CWC കുഞ്ഞുങ്ങളെ മാറ്റിയപ്പോ നമ്മൾ പറഞ്ഞ് 2 അമ്മമാരെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും അമ്മമാരും കൂടെ ഇപ്പൊ ഈ CWC-യുടെ ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന്റെ പേരിൽ കുട്ടികളെ മാറ്റിയപ്പോഴാണ് അമ്പിളി മാറ്റി. അതുവരെ അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നു. അമ്പിളി ഇല്ല. അപ്പൊ അമ്പിളിയുടെ ഈ പ്രശ്നം വന്നപ്പോഴത്തേന് ഈ സാമൂഹ്യ നീതി വകുപ്പും മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അമ്പിളിയുടെ മൊഴിയെടുക്കാൻ, അമ്പിളി ഇപ്പം വേറൊരു സ്ഥാപനത്തിലാണ്, ആ സ്ഥാപനത്തിൽ പോയപ്പോഴത്തേന് അമ്പിളി അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൊബൈലിൽ കണ്ടപ്പോഴേ അമ്പിളി ഇത് അറിയുന്നതെന്ന്. അതായത് അമ്പിളി അറിഞ്ഞിട്ടില്ല, അമ്പിളി ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയായിട്ടില്ല, അമ്പിളി അറിഞ്ഞിട്ടില്ലെന്ന് അമ്പിളി സ്വന്തമായിട്ട് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി ഈ പ്രശ്നം കേസ് കൊടുത്ത് ഇപ്പൊ പറയുന്ന യൂട്യൂബർമാര് കളക്ടറേറ്റിൽ പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, സാമൂഹ്യനീതി ഇനി പരാതി കൊടുക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അത്ര എടുത്ത് അവർ പരാതി കൊടുത്തു. സന്ധ്യ പല്ലവി 2 വർഷം മുന്നേ കൊടുത്തു. ഇപ്പൊ അത് വെച്ചിട്ട് അവരിപ്പം അതും കൊണ്ട് നടക്കുക. പക്ഷെ അമ്പിളി അങ്ങനെ ചെയ്തെങ്കിലല്ലേ അമ്പിളി അത് പറയത്തുള്ളൂ. അമ്പിളി പറഞ്ഞത് മൊബൈലിൽ കണ്ടപ്പോഴാ സാറേ ഞാനും ഇത് കാണുന്നേ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ മൊഴി കൊടുത്തേക്കുന്നത്. പിന്നീട് ഒരു അമ്മ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നല്ലോ, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായി. അപ്പൊ അതേപോലെ ഞാൻ ഇപ്പൊ നിങ്ങൾക്കെതിരെ വരുന്ന ഒരു ആരോപണമാണ്, ഈ അമ്മമാരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ സ്വത്തുവകകളൊക്കെ നിങ്ങൾ വാങ്ങിച്ചെടുക്കുന്നുണ്ട്, ആ അമ്മമാരുടെ കയ്യിലുള്ള മുതലും വകയൊക്കെ നിങ്ങൾ എഴുതി മേടിക്കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ആരോപണങ്ങളാണ് കേട്ടോ, നമുക്ക് അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അറിയത്തില്ല. അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒന്നും തോന്നണ്ട. ഇത് ഈ ആരോപണങ്ങൾ പറയേണ്ടത് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുള്ള
അമ്മമാര് പറയണം, അല്ലെങ്കിൽ കൊണ്ടുവന്ന് വിറ്റിട്ടുള്ള കുടുംബക്കാര് പറയണം ഇന്നത് എഴുതി വാങ്ങിച്ചെന്ന്. ഈ അമ്മമാർ ആരാന്ന് പോലും അറിയാത്ത, അമ്മമാരുടെ ഐഡന്റിറ്റി പോലും അറിയാത്ത ദൂരെ ഇരിക്കുന്ന യൂട്യൂബർമാരാ ഇത് പറയുന്നത്. അവര് ഈ സ്ഥാപനം തകർക്കാനെ കൊണ്ട് ഈ ഓരോന്ന് പറയുന്നു, അതേ ഉള്ളൂ. അതല്ലാതെ അല്ലാതുള്ള അവര് മുതലൊക്കെ നോക്കി അമ്മമാരെ നിങ്ങൾ ഇവിടെ എടുക്കാറുണ്ടോ? ഇവിടുത്തെ അമ്മമാരെ നോക്ക്, സ്വത്ത് മുതലുള്ള വീട്ടിലെയാണോ എന്ന് നോക്ക്. സാമൂഹ്യനീതി വകുപ്പൊക്കെ അന്വേഷണം നടത്തുമല്ലേ. എല്ലാരും പറയുന്ന സാമൂഹ്യനീതി വകുപ്പിനും എല്ലാവർക്കും ഞാൻ പൈസ കൊടുത്ത് ഒതുക്കുവാന്ന്. യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ ഒരു കുട്ടിയെ ഒരു അമ്മയും എടുക്കാൻ പറ്റുമോ? നമുക്ക് അമ്മമാരെ എടുക്കും. അമ്മമാരെ പോലീസ് സ്റ്റേഷന്റെ കത്ത്, പോലീസ് സ്റ്റേഷന്റെയും പഞ്ചായത്തിന്റെയും കത്തുണ്ടെങ്കിൽ അമ്മമാരെ എടുക്കും. പക്ഷെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ CWCയുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളൊരു കത്ത് നമ്മുടെ കൈ കിട്ടാതെ ഒരു കുട്ടിയെ നമ്മൾ, കാരണം അത് ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ഒരു അമ്മ ആരോപിച്ചു, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് വന്ന് കമന്റ് ഇട്ടതാണ്, ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ആക്കാനായിട്ട് ആ അമ്മ നിങ്ങളെ സമീപിച്ചു. അപ്പൊ സമീപിച്ചപ്പോ നിങ്ങൾ ആ അമ്മയോട് പൈസ ആവശ്യപ്പെട്ടു. ആ പൈസ തരാഞ്ഞത് കൊണ്ട് കുട്ടിയെ നിങ്ങൾ ഏറ്റെടുത്തില്ല. അന്ന് നിങ്ങൾക്ക് അങ്ങനെ കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുമോ? അതായത് ഒരാളിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പൈസ കുട്ടിയെ മേടിച്ച് സംരക്ഷിക്കാൻ പറ്റുമോ? നമ്മള് ഒരു അതായത് പെയ്ഡ് ആയിട്ട് ഒരു കുട്ടിയെ നിങ്ങൾക്ക് നിർത്തി നോക്കാൻ പറ്റും? നമ്മള് ഇത് JJ ആക്ട് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ്. ഇതെന്നല്ല, പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥാപനത്തിലും നേരിട്ട് ഒരു കുട്ടിയെ പോലും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. CWC മുഖേന്തരമുള്ള CWCയുടെ കത്തില്ലാതെ നമുക്ക് ഒന്നും പോലീസ് സ്റ്റേഷന്റെ കത്ത് കൊണ്ട് പോലും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങള് മനഃപൂർവ്വമായിട്ട് അച്ഛനും അമ്മയും ഉള്ള കുട്ടികളെ അവരിൽ നിന്ന് വേർപെടുത്തി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തി നോക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതൊക്കെ ആരോപണങ്ങൾ മാത്രമല്ല, നമുക്ക് ഒരു കുട്ടി വരുന്നത് ആ കുട്ടി ഇവിടെ വരുമ്പോഴേ അറിയത്തുള്ളൂ ഒരു കുട്ടി ഇവിടെ വരുന്നുണ്ടെന്ന്. ഈ കുട്ടി ഏതാണ് എന്നുള്ളത് പോലും. നിങ്ങൾ രാത്രി കാലങ്ങളിൽ കുട്ടികളുമായിട്ട് പുറത്തു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതും തെറ്റായ ഉദ്ദേശത്തോടു കൂടി കുട്ടികളെ കൊണ്ടുപോകുന്നു. അതായത് വളരെ മോശപ്പെട്ട രീതിയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പറയേണ്ടത് യൂട്യൂബർമാരല്ലല്ലോ പറയേണ്ടത്, അത് പറയേണ്ടത് ഇവിടെ നിന്ന കുഞ്ഞുങ്ങളാ പറയേണ്ടത്. ഇവിടെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എവിടാന്നറിയാമോ? വൈകുന്നേരം നട തേപ്പൂർ അമ്പലമുണ്ട്. ഈ തേപ്പൂർ അമ്പലം മാസത്തിൽ ഇവിടെ തൊട്ടല്ല. ആ തേപ്പൂർ അമ്പലത്തിൽ മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ എല്ലാവരും കൂടെ തൊഴാൻ പോകും. അത് സന്ധ്യാസമയത്ത്. അതല്ലാതെ ഒരു കുഞ്ഞുങ്ങളെ അങ്ങനെ സന്ധ്യാസമയത്ത് ഞാൻ എങ്ങും കൊണ്ടുപോയിട്ടില്ല. സന്ധ്യാപല്ലവിയുടെയും ശക്തമായ ഒരു ആരോപണമാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നേ ഈ സ്ഥാപനം പൂട്ടത്തില്ലായിരുന്നു, അടിച്ച് തകർത്ത് പൂട്ടിത്തരത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിവുള്ളവരാരും ഇല്ലെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ വരുന്നൊരു ശക്തമായ ആരോപണമാണ് ഇവിടെ അസമയങ്ങളിൽ ആണുങ്ങള് നിങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് വരുന്നു, ഇവിടെ അനാശാസ്യം നടക്കുന്നു, അതിന് നിങ്ങൾ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതിനെ കുറിച്ച് എന്താ പറയാ? നമുക്ക് ഒരു വട്ടം നമ്മുടെ സ്ഥാപനത്തിൽ 3-4 ചെറുക്കന്മാര് ഇതേപോലെ വന്നായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു വട്ടം വന്നായിരുന്നു. നമ്മളത് നമ്മുടെ സ്ഥാപനം മൊത്തം CCTV ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അടൂർ SIക്ക് അന്നേ പരാതി കൊടുത്തിരുന്നു. ഡേറ്റ് താണ്ട ഇവിടെ ഡേറ്റ് ഉണ്ട്, 13/11/2024. നമ്മൾ ആ സമയത്ത് തന്നെ അടൂർ CAക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. CWCക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ആരോപണം സത്യസന്ധമാണ്. അതെ, ഒരു വട്ടം ഇവിടെ അങ്ങനെ വന്നായിരുന്നു. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് മതിൽ ചാടി, പക്ഷെ നമ്മൾ പിടിച്ചു. അതേപോലെ നമ്മൾ കേസും കൊടുത്തു. അവർ ഓടിക്കളഞ്ഞു, പിള്ളേർ ഓടിക്കളഞ്ഞു. നമ്മൾ കേസ് കൊടുത്തു. CWCക്ക് നമ്മൾ FIR ഇട്ട് നമ്മുടെ രസീത് ഉരിപ്പുണ്ട്, കേസ് കൊടുത്തതിന്റെ രസീത് ഉരിപ്പുണ്ട്. കുട്ടികളെ CWCയിൽ വിളിച്ചു വരുത്തി. ആ കുട്ടികൾ 18 വയസ്സ് തികയാത്ത കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം അവരെ CWC വിളിച്ചു വരുത്തി. അവര് പിന്നെ നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്നും CWCക്ക് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല.